സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 38ാമത്തെ ദിവസത്തെ ചിന്തകളാണ് പങ്കിടുക. സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരിചിന്തനം ചെയ്താൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചിന്ത നിത്യജീവനെക്കുറിച്ചാണ്. ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, നിത്യജീവനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. നിത്യജീവൻ സ്വന്തമാക്കുവാൻ എന്ത് ചെയ്യണം എന്നതാണ് ഈശോയുടെ അടുത്ത് വന്ന് ആ ധനികനായ യുവാവ് ചോദിച്ചത്. വ്യക്തമായ മറുപടി ഈശോ അവന് നൽകി. അതേക്കുറിച്ചല്ല നാം ചിന്തിക്കുക, നിത്യജീവനെക്കുറിച്ചാണ് ചിന്തിക്കുക. കർത്താവിൻ്റെ ദൃഷ്ടിയിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും പഠനങ്ങളിലും നാം കാണുന്നത് ഈശോ നിത്യജീവനെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഈ ലോകത്തിലെ സാധാരണ ജീവിതത്തെക്കുറിച്ചും ഈശോ ചിന്തിച്ചിരുന്നു. അത് പരിരക്ഷിക്കുന്നതിൽ അവൻ ശ്രദ്ധാലുവായിരുന്നു. അനുദിന ജീവിതത്തിൽ ശാരീരിക ജീവൻ നിലനിർത്തുന്നതിൽ ഈശോ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ നൽകി, രോഗികളെ സൗഖ്യപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. അനാഥരെക്കുറിച്ചും ദരിദ്രരെക്കുറിച്ചും അവൻ ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നിങ്ങളും പോയി അതുപോലെ ചെയ്യുക എന്നാണ് ഈശോ പറഞ്ഞത്. നിത്യജീവൻ്റെ തുടക്കമാണ് ഈ ലോകത്തിലെ ജീവൻ എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈശോ. പരിശുദ്ധ കുർബാനയിൽ തേദോറിൻ്റെ അനാഫ്രായിലെ 3ാമത്തെ പ്രണാമജപത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു, സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകി, ബഹുമാനത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് ശ്രദ്ധാലുവാകുന്നു എന്ന്. അവിടുന്ന് ജീവനെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നുവെങ്കിലും അവിടുത്തെ ആദ്യത്തെ വരവിൻ്റെയും മഹത്വത്തിലുള്ള വരവിൻ്റെയും ലക്ഷ്യം അവിടുന്ന് പറയുന്നത് നിത്യജീവനാണ് എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. രണ്ടാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും കേന്ദ്രബിന്ദുവാണിത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമായിട്ടാണ്. 5-ാമത്തെ അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ തൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചാണ് പറയുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. 6-ാമത്തെ അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അവൻ കടന്നു വരും എന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ അവസാനം കർത്താവ് ഇങ്ങനെ പറയുന്നു: നീതിമാന്മാരോട് പറയുകയാണ്, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം നിത്യജീവനിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പറയുക. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് ജീവൻ്റെ സുവിശേഷം എന്നാണ്. ജീവനെക്കുറിച്ച് പറയുവാനായിട്ട് സോയെ എന്നും സെൻ എന്നും 2 വാക്കുകൾ 56 പ്രാവശ്യമാണ് ഈശോ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുക. നിത്യജീവൻ എന്ന പദം 17 പ്രാവശ്യവും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. മരണശേഷം മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഈ ലോക ജീവിതത്തിൻ്റെ
ഫലമല്ല, തുടർച്ചയല്ല. എന്നാൽ നിത്യജീവൻ എന്നത് ദൈവീകതയുടെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞ, മരണത്തിന് പോലും തകർക്കാനാവാത്ത ഉന്നതവും ഉത്കൃഷ്ടവുമായ ജീവിതമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് ഈ ലോക ജീവിതത്തിൻ്റെ ഫലദായക അവസ്ഥയാണ്. ദിസ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ദി ലൈഫ് ഹിയർ ഓൺ എർത്ത്. ഈശോ നിത്യജീവനെ ഇങ്ങനെ നിർവചിക്കുന്നുണ്ടല്ലോ: ഈശോയെയും അവിടുത്തെ പിതാവിനെയും അറിയുന്നതും ത്രിയേക ദൈവവുമായി ആത്മബന്ധത്തിലായിരിക്കുന്നതുമാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ത്രിയേക ദൈവത്തുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന അവസ്ഥ. അതിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് പത്രോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യു ആർ കോൾഡ് ടു ബി ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഈശോയുടെ ഈ ലോക ജീവിതം പരിചിന്തനം ചെയ്ത് നോക്കിയാൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ജീവൻ നൽകുന്നതായിരുന്നു നമുക്ക് മനസ്സിലാകാം. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണല്ലോ. 7 അടയാളങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതാണ് അവിടുത്തെ ഈ ലോക ജീവിത പ്രവർത്തനങ്ങൾ എല്ലാം. ഒന്നാമത്തേത് 2-ാം അധ്യായം 1 മുതൽ 12 വരെ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുന്ന് ചെയ്ത അത്ഭുതമാണ്. അതുവഴി ഈശോ സമൃദ്ധമായ ജീവൻ നൽകുന്നു എന്ന് അവിടുന്ന് അടയാളപ്പെടുത്തുന്നു. രണ്ടാമത്തെ 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ രാജഭൃത്യൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ്, അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ജീവൻ നൽകി സുഖപ്പെടുത്തവനാണ് ഈശോ എന്നാണ്. മൂന്നാമത്തെ 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ബെത്സൈദ കുളത്തിനരികെ തളർവാദ രോഗിയുടെ കഥയാണ്. ഈശോ അവനെ സുഖപ്പെടുത്തുകയാണ്. അതായത് ഈശോ പുതുജീവൻ നൽകി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. 4-ാമത്തേത് 6-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ളത് വാക്യങ്ങൾ അവൻ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. അതുവഴി ഈശോ ജീവൻ നൽകുന്ന അപ്പമാണ് എന്ന് അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 5-ാമത്തേത് ജന്മനാ കുരുടനായിരുന്നവന് കാഴ്ച നൽകുന്നത് 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവന് ജീവൻ്റെ വെളിച്ചം നൽകുന്ന ഈശോവായി നമുക്ക് കാണാം. 6-ാമത്തേത് ലാസറിൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, ലാസറിൻ്റെ ഉയർപ്പ്. 11-ാം അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഈശോ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് പഠിപ്പിക്കുന്നു. 7-ാമത്തേത് ഏറ്റവും അവസാനത്തേത് അവിടുത്തെ കുരിശു മരണമാണ്. മരണത്തിലൂടെ അവിടുന്ന് ജീവൻ നൽകി. മരിക്കാനായിട്ട് വന്ന ഈശോ യഥാർത്ഥത്തിൽ നമുക്ക് ജീവൻ നൽകുകയാണ് ചെയ്തത്. സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പിത്തള സർപ്പത്തെക്കുറിച്ച്. ആ പിത്തള സർപ്പത്തെ നോക്കിയവരെല്ലാവരും എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. സർപ്പദംശനത്തിൽ നിന്ന് അവർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും അവനിലേക്ക് നോക്കും, എല്ലാവരും രക്ഷിക്കപ്പെടും. ജീവൻ വേണമെങ്കിൽ, നിത്യജീവന് അവകാശമാകണമെങ്കിൽ ഇന്നായിരിക്കുന്ന ജീവിതം നിത്യജീവനിലേക്ക് സ്വരുക്കൂട്ടുന്നവരാകണം. അതിനെ കുരിശിലേക്ക് നോക്കുക. അടയാളങ്ങളുടെ അടയാളവും അത്ഭുതങ്ങളുടെ അത്ഭുതവുമായ ഈശോ മിശിഹായുടെ കുരിശുമരണമാണ് നിത്യജീവൻ്റെ ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുരിശിലൂടെയും ശൂന്യമായ കല്ലറയിലൂടെയും ഈശോ ജീവൻ നമുക്ക് സമൃദ്ധമായി നൽകുന്നു. നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വന്ന ഈശോ മരിച്ച് മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്ത് ജീവനെയും ജീവിതത്തെയും കീഴ്പ്പെടുത്തി നിത്യജീവൻ നമുക്ക് പങ്കിട്ട് തരുന്നു. അവൻ്റെ കുരിശിനടുവിൽ അരികിലേക്ക് നമുക്ക് നടന്നെടുക്കാം.